സത്യത്തിൽ മലയാളികൾക്ക് അത്ര ഭ്രമമില്ല. അവരെ എപ്പോഴായിരുന്നാലും മലയാളികൾ താഴെ തന്നെ ഇട്ടിരിക്കും. കാരണം അവർക്കറിയാം ഇവരുടെ പ്രധാന ലക്ഷ്യം സ്ഥാനമാനങ്ങൾ മാത്രമാണ്, അല്ലാതെ ജനസേവനം അല്ല എന്നുള്ളത്. ജനസേവനത്തിന്റെ പേരിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങളും കണ്ട് ഗതികെട്ട് തന്നെയാണ് BJP-യെ തിരുവനന്തപുരം നഗരസഭയിൽ അവർ കൈകൊടുത്ത് കയറ്റിയത്. അപ്പോൾ അവിടെയും സമാനമായ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ കണ്ടാലോ? ജനം മിണ്ടാതിരിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയ ശ്രീലേഖയുടെ ചില രീതികളെ കുറിച്ചാണ്. സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനം ശ്രീലേഖ ഇപ്പോൾ നേരിടുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം വരെയും മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ശ്രീലേഖയ്ക്ക് വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ ജില്ലാ സംഘടനയിലും VV രാജേഷിനോട് അത്ര താല്പര്യമില്ലാത്ത ചിലർ ഉണ്ടായിരുന്നു. എന്നാൽ VV രാജേഷ് എന്തൊക്കെയാണ് കഴിഞ്ഞ 5 വർഷവും അതിനു മുൻപും തിരുവനന്തപുരത്ത് കാണിച്ചത് എന്ന്, തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചത് എന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, നിവാസികൾക്ക് നല്ല വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഏതൊരു ഘട്ടത്തിലും VV രാജേഷുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോഴും ശ്രീലേഖ IPSുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോഴും അങ്ങനെയെങ്കിൽ പഠിക്കൽ കലമിട്ടുടയ്ക്കുകയാണോ BJP? ഇത്രയും നാളും വെള്ളം കോരിയത് VV രാജേഷ് അല്ലേ? ഇത്രയും നാളും കഷ്ടപ്പെട്ടത് VV രാജേഷ് അല്ലേ? BJP കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒന്നുമല്ലാതിരുന്ന കാലത്തും കൃത്യമായ പ്രവർത്തനങ്ങളിലോടുകൂടി ഈ VV രാജേഷ് നയിച്ച ഒരു സംഘം തന്നെയാണ് കൃത്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. എന്നാലും ആ ഘട്ടത്തിൽ എന്നിട്ടും ശ്രീലേഖ IPS അല്ലെങ്കിൽ മുൻ IPS കൂടിയായ ശ്രീലേഖ മേയറായി വരികയാണെങ്കിൽ തീർച്ചയായും അതൊരു പ്രൊഫഷണലിസം ഉണ്ടാകും. അത് നല്ലത് തന്നെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിൽ പലരും സ്വീകാര്യത നൽകിയിരുന്നു. എന്നാൽ VV രാജേഷിനെ അപ്പോഴും മേയറാകാത്തതിൽ ചെറിയൊരു അതൃപ്തി തീർച്ചയായും നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം VV രാജേഷിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന വേളയിലാണ് ശ്രീലേഖ ഇറങ്ങിപ്പോയത്. സത്യപ്രതിജ്ഞ തീരുന്നതിന് മുൻപ് തന്നെ ശ്രീലേഖ ഇറങ്ങിപ്പോയിരുന്നു. അതൊന്നും തന്നെ ഒരു കൃത്യമായ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഭാരവാഹി എന്ന നിലയിലോ അത് ശരിയായ കാര്യമല്ല എന്ന് വ്യക്തമാണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല. കഴിഞ്ഞ ദിവസം ഒരു സ്വതന്ത്രൻ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെയല്ല ഇവിടെ നടന്നത് എന്ന്, അതുപോലെയല്ല ശ്രീലേഖ ഇറങ്ങിപ്പോകുന്നത് എന്നാണ് പലരും നിരീക്ഷിക്കുന്നത്. ശ്രീലേഖ IPS ഇത്രയും താഴ്ന്നു പോകരുത്. നിങ്ങൾ സ്ഥാനമാനങ്ങൾ കണ്ടിട്ടാണോ BJP-യിലേക്ക് വന്നത്? അങ്ങനെയെങ്കിൽ അതിനുള്ള സ്ഥലം ഇവിടെയല്ല എന്ന് വ്യക്തമാക്കുകയാണ്. സ്ഥാനമാനങ്ങൾ കണ്ടുവരുന്നവരെ ആരും ജനങ്ങൾ വെച്ച് പൊറുപ്പിക്കാറില്ല. നിങ്ങൾ നിങ്ങൾ ഒരു കൗൺസിലറായി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് നന്നായി പ്രവർത്തിക്കുക. ആ പ്രവർത്തന മികവ് കണ്ടതിന് ശേഷം ജനങ്ങൾ വിലയിരുത്തട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. കാരണം അങ്ങനെ വിലയിരുത്തി അങ്ങനെ തീരുമാനിച്ച് എത്രയോ MLA-മാർ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭ മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ശ്രീലേഖയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ പോയി കാണുന്നുണ്ടെന്നും ഇവിടെ നിന്നാണ് തുടക്കമെന്നുമാണ് രാജേഷ് പ്രതികരിച്ചത്. അല്ലാതെ ഒരു പിണക്കം തീർക്കാൻ വന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇറങ്ങിപ്പോകുന്നതിന് പിന്നാലെ വന്ന് ചോദിച്ചതോ ഒന്നുമല്ല. ഇത് ഇവിടെ എല്ലാ പ്രധാന നേതാക്കളെയും കാണുന്നുണ്ട്, അതിന് തുടക്കം മാത്രമാണ് ഇവിടെ നിന്ന് എന്നാണ് പറയുന്നത്. എല്ലാവരെയും ഒപ്പം നിർത്തി മുന്നോട്ട് പോകുമെന്നാണ് രാജേഷിന്റെ നിലപാട്. ആരോഗ്യ മേഖലയിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഡോക്ടർ സേതുനാഥിനോടും സംസാരിച്ചുവെന്നും എല്ലാ പ്രവർത്തനങ്ങളിലും പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും രാജേഷ് പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടയിൽ കൗൺസിൽ ഹാളിൽ നിന്ന് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ശ്രീലേഖ ഇറങ്ങിപ്പോയത് ചർച്ചയായിരുന്നു. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയെന്നായിരുന്നു വിശദീകരണം. അതേതായാലും ശരിയല്ലല്ലോ. കാരണം പാർട്ടി എന്ന നിലയിൽ പാർട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നപ്പോൾ ശ്രീലേഖ അങ്ങനെ ഇറങ്ങിപ്പോയത് ശരിയായില്ല. അതേസമയം ശ്രീലേഖയാണ് ഇവിടെ മേയറായി തെരഞ്ഞെടുത്തത്. ശ്രീലേഖയുടെ സത്യപ്രതിജ്ഞയാണ് നടന്നിരുന്നുവെങ്കിൽ ഈ പറയുന്ന സ്വകാര്യ ചടങ്ങിലേക്ക് അവർ ഇറങ്ങിപ്പോകുമായിരുന്നു. ഇതൊക്കെയാണ് പ്രധാനമായും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഇതിന് പിന്നാലെയാണ് ഇരുവരുടെയും സന്ദർശനം. മേയർ ചർച്ചകളിൽ VV രാജേഷിന്റെ പേരിനൊപ്പം തന്നെ ഉയർന്നു വന്ന പേരായിരുന്നു ശ്രീലേഖയുടേത്. എന്തിന് കഴിഞ്ഞ ദിവസം ഉച്ചവരെയും ശ്രീലേഖ തന്നെയാണ് മേയർ സ്ഥാനാർത്ഥി എന്ന വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് RSSന്റെ ഇടപെടൽ, സംഘപരിവാറിന്റെ ഇടപെടൽ. പിന്നെ അതിനുശേഷമാണ് കേന്ദ്ര നേതൃത്വം രാജേഷിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ആദ്യം മുതൽ തന്നെ RSSന് രാജേഷിൽ തന്നെയായിരുന്നു താല്പര്യം കൂടുതലും. എന്നാൽ പിന്നീട് ചില കാരണങ്ങൾ കൊണ്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരന് രാജേഷിനോട് വലിയ താല്പര്യമില്ല എന്നുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ വെറും 2 തട്ടിലാണ് BJP എന്ന് കാണിക്കാനുള്ള വെറും പൊള്ളയായ വാർത്തകളാണ് എന്നാണ് പലരും പറഞ്ഞത്. എന്നാലും രാഷ്ട്രീയ പരിചയ സമ്പത്തും തലസ്ഥാന നഗരത്തിലുള്ള സ്വാധീനവുമാണ് നറുക്കു രാജേഷിന് തന്നെ വീഴാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. മേയറെ തീരുമാനിക്കുന്നതിൽ RSSന്റെ ഇടപെടലാണ് നിർണായകമായത്. RSSന്റെ പിന്തുണ VV രാജേഷിനായിരുന്നു. അതേസമയം തിരുവനന്തപുരം
അതേസമയം തിരുവനന്തപുരം മേയറായി ചരിത്രം കുറിച്ച BJP നേതാവ് VV രാജേഷ് ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി ഒപ്പുവെച്ചത് വയോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലിലാണ്. 50 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് വയോമിത്രം പദ്ധതിയുടെ ഫയലിൽ VV രാജേഷ് ഒപ്പുവെച്ചത്. കഴിഞ്ഞ കൗൺസിൽ വയോമിത്രം പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നു. ഇതിന്റെ ആദ്യ ഗഡുവായാണ് 50 ലക്ഷം രൂപ അനുവദിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ ചരിത്രം കുറിച്ചാണ് 50 സീറ്റുകളുമായി BJP അധികാരത്തിലെത്തിയത്. സ്വതന്ത്രനായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ വോട്ട് കൂടി ലഭിച്ചതോടുകൂടി 51 വോട്ടുകൾക്കാണ് VV രാജേഷ് മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത്. GS ആശാനാഥ് ഡെപ്യൂട്ടി മേയർ ആവുകയും ചെയ്തു. അതിനിടെ മേയർ തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി CPM കോടതിയിലേക്ക് നീങ്ങുകയാണ്. വോട്ടെടുപ്പ് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത 20 അംഗങ്ങൾ ചട്ടം ലംഘിച്ചുവെന്നാണ് CPMന്റെ പരാതി. BJPയുടെ ചട്ടലംഘനത്തിനെതിരെ CPM പ്രതിഷേധം അറിയിച്ചിരുന്നു. ബലിദാനിയുടെ പേരിൽ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്തത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് CPM നേതാവ് SP ദീപക് പറഞ്ഞു. ചട്ടപ്രകാരം പ്രതിജ്ഞ ചെയ്തവരുടെ വോട്ട് മാത്രം സാധുവായി കണക്കാക്കണം. BJP UDF അംഗങ്ങളായ 20 പേർ ചട്ടം ലംഘിച്ചുവെന്നും വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണെന്നും CPM ആരോപിച്ചു. ചട്ടം ലംഘിച്ചവരെ മാറ്റി നിർത്തി വോട്ടെടുപ്പ് നടത്തണമെന്നാണ് CPMന്റെ ആവശ്യം. തിരുവനന്തപുരം തിലകമണിയെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത്. MR ഗോപനാണ് VV രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. കോൺഗ്രസിന്റെ 2 വോട്ട് അസാധുവാണ്, 97 സാധു വോട്ട്. ഒപ്പ് ഇട്ടതിലെ പിഴവ് മൂലമാണ് വോട്ട് അസാധുവായത്. KR ക്ലീറ്റസ്, ലതിക എന്നിവരുടെ വോട്ടാണ് അസാധുവായത്. കൗൺസിലിലെ മുതിർന്ന അംഗമാണ് ക്ലീറ്റസ്. അതേസമയം തിരുവനന്തപുരത്തെ 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്ന് തിരുവനന്തപുരം VV രാജേഷ് പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 45 ദിവസത്തിനുള്ളിൽ തലസ്ഥാനത്ത് വരും, അത് ഉറപ്പു നൽകുന്നു. 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റും, അതാണ് ലക്ഷ്യം. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടേ പോകുമെന്നും മികച്ച പ്രതിപക്ഷമുള്ളത് ഗുണം ചെയ്യുമെന്നും VV രാജേഷ് പ്രതികരിച്ചു. തീർച്ചയായും മികച്ച പ്രതിപക്ഷം വരുമ്പോൾ മാത്രമേ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഭരണത്തിൽ കൃത്യമായ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവൂ. അത് മാത്രമല്ല, വിമർശിക്കാനുള്ളപ്പോൾ മാത്രമേ വളരെ ആവേശത്തോടു കൂടി പ്രവർത്തനം ചെയ്യാനും അവർക്ക് കഴിയുള്ളൂ. VV രാജേഷിനും സംഘത്തിനും കിട്ടിയ കൃത്യമായ ഒരു ചാൻസ് ആണ്. അവർ ഇവിടെ പയറ്റുകയാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ അറിഞ്ഞു തന്നെ അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടികൂടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇതെല്ലാം ജനങ്ങൾ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്നുണ്ട്.